കഴിഞ്ഞ ദിവസം മദ്രസയിലേക്ക് പോകുന്ന ടൈമിൽ ഒരാളെൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. മാതാപിതാക്കളുടെ കണ്ണീരും അനുബന്ധ വിഷയങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, സംഭവമൊക്കെ ഓക്കെയാണ്. എന്നാൽ ഈ മക്കളുടെ കണ്ണീരെന്താണ് മാതാപിതാക്കൾ കാണാത്തത്? അദ്ദേഹം ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഒരു പക്ഷേ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനിഷ്ടകരമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവവും അതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയൊരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞൊരു ഭാഗം ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്ന് കുറേ കമൻറ്റുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, മാതാപിതാക്കൾ കാരണം പ്രയാസപ്പെടുന്ന മക്കൾ ധാരാളമായി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മൾ ധാരാളമായി പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഈ മാതാപിതാക്കളോടുള്ള കടമകൾ എന്നതുപോലെ തന്നെ മക്കളോടും മാതാപിതാക്കൾക്ക് ചെറിയ കടമകളും കടപ്പാടുകളൊക്കെ ഉണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ. എന്നാൽ ആ കടമകൾ നിറവേറ്റുന്ന വിഷയത്തിൽ നമ്മൾ പരിപൂർണരാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്ത് കണ്ടാലും കുറ്റപ്പെടുത്തുക, എന്ത് കണ്ടാലും ചീത്ത പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി കാണുക, പർവ്വതീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ വേറെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില മനോഭാവം അത് ശരിയല്ല. ചിലപ്പോൾ പക്വതയില്ലാതെ അപക്വമായി പെരുമാറുന്ന ചില സംഗതികളൊക്കെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ അള്ളാഹു തന്ന അമാനത്താണ്. അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുക, അവർക്ക് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുകയും അവരെ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ് പിന്നീട് നമുക്കത് പ്രയാസമായി മാറുക. എനിക്ക് തോന്നുന്നത് ഈ പ്രായമാകുന്ന മാതാപിതാക്കളെ വൃദ്ധസദനങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളെ ഉപേക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പകാലം മുതലേ പ്രയാസപ്പെടുത്തി മക്കളെ വെറുപ്പിച്ച് അവരുടെ മനസ്സിൽ ആ ഒരു ദേഷ്യം മാറി ഒരു വൈരാഗ്യത്തിൻ്റെ മനോഭാവം ഉണ്ടാക്കി തീർക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ പെരുമാറ്റങ്ങളാകാം. അതുകൊണ്ട് പിന്നീട് ഇവരെ നോക്കാൻ കഴിയാതെ ഇവരെ കൊണ്ടുപോയി തള്ളുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. ഏതായിരുന്നാലും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കുറവുകൾ, ഇന്നത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ പരിഹരിക്കുക എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ കുടുംബക്കാരോട്, മറ്റുള്ളവരോട് പറഞ്ഞ് അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട്. ഇതൊക്കെ നല്ല നിലയിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവും, സ്വന്തം മക്കളുടെ കാര്യം എന്തിനാണ് ഞങ്ങളോട് വന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ വളരെയേറെ ജാഗ്രതയോടുകൂടി നല്ല നിലയിലേക്ക് പെരുമാറാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.